ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പിസയിലൊക്കെ ചേർക്കുന്ന മൊസറല്ല ചീസ് ഉണ്ടല്ലോ, അത് നമ്മൾ വീട്ടിൽ എങ്ങനെ വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്, വെറും 2 മിനിറ്റേ ആവശ്യമുള്ളൂ കേട്ടോ. കടയിൽ കിട്ടുന്ന അതേ ഇതിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പരിചയപ്പെടാം. 300 ml ഒരു ഗ്ലാസ് പാലാണ് എടുത്തേക്കുന്നത്. അതുപോലെ 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ പാൽ നമ്മളൊരു പാത്രത്തിലേക്കാക്കിയിട്ട് ഗ്യാസിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. അതുപോലെ വിനാഗിരിയുടെ പാത്രം ഞാൻ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്, സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അത് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ ഇത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ ഞാൻ ഏറ്റവും ലോയിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമ്മളിത് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇങ്ങനെ. അപ്പോൾ ഇത് തിളക്കാനോ അങ്ങനെയൊന്നും ചെയ്യണ്ട കേട്ടോ. പാൽ തിളക്കുന്നതിലിടയ്ക്ക് നമ്മൾ വിനാഗിരി ഇതിലേക്ക് ചേർക്കണം. വളരെ ചെറിയ ലൈറ്റായിട്ടുള്ളൊരു ചൂട്, അഥവാ ചൂട് കുറേ ഓവറായി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ആ ഒരു ഇതിൽ നമുക്ക് ചീസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് കൈ മുക്കിയാൽ അത്രയും ചെറിയ ചൂടുണ്ടല്ലോ, ലൈറ്റായിട്ടുള്ളൊരു ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് വിനാഗിരി ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ലൈറ്റ് ചൂട് തന്നെ ആക്കുക. കാരണം ഞാൻ ഇതിന് മുൻപേ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലും കൂടുതൽ ചൂടായപ്പോഴാണ് ഞാൻ വിനെഗർ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അതെനിക്ക് സക്സസ് ആയിട്ട് കിട്ടിയിട്ടില്ല. പിന്നെ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ എടുത്തത് നമ്മളെ കടയിൽ നിന്ന് മേടിച്ച പാലും ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ നാടൻ പാലാണ് കേട്ടോ. ഇതിൽ യാതൊരുവിധ കെമിക്കലും ഇല്ല. നമ്മൾ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന പാലായതുകൊണ്ട് തന്നെ ഇതിൽ ഇത്രയും അളവ് മാത്രമേ വേണ്ടൂ. പിന്നെ അതല്ല, കുറേ അധികം ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും കേട്ടോ ചീസ് നമുക്ക്. അപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ കുറച്ചധികം തന്നെ പാൽ ഇതിനകത്ത് നിന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ ഇത് ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്ക് കൈയൊന്നും പൊള്ളാത്ത വിധത്തിൽ ലൈറ്റായിട്ടുള്ള ചൂടാണ് ഇപ്പോൾ ഉള്ളത് ഇതിന്. അപ്പോൾ നമുക്ക് വേണ്ട ചൂടായതിന് ശേഷം ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തതിന് ശേഷമാണ് വിനെഗർ ഒഴിച്ച് കൊടുക്കുന്നത്. വിനെഗർ ഫുള്ളായിട്ട് ഒപ്പരം എടുത്ത് ഒഴിക്കുകയല്ല, കുറച്ചായിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതിൽ ഞാൻ കുറച്ചായിട്ട് മാത്രമേ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. ഗ്യാസ് ഓഫ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും നമ്മൾ ഒരു 2 സെക്കൻഡ് ഇളക്കുമ്പോൾ തന്നെ കണ്ടില്ലേ, അത് മാറി പാല് പിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അത് കണ്ടില്ലേ, പെട്ടെന്നാവും. ഇതിപ്പോൾ കുറേ കൂടുതലുള്ള ടെമ്പറേച്ചറാണ് ഇതിന് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ആയി കിട്ടത്തില്ല. അത് കറക്റ്റ് ചീസിൻ്റെ ആ ഒരു ഇതിൽ വരത്തില്ല കേട്ടോ. ലൈറ്റ് ചൂടെടുക്കാമെന്ന് പ്രത്യേകം ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മളിത് കണ്ടില്ലേ, ഇളക്കി കൊടുക്കുമ്പോഴേക്കും നല്ല ഇതിൽ വന്നിട്ടുണ്ടാവും. ഇതൊരു ബോള് പോലെ ഉരുണ്ടുകൂടി വന്നിട്ടുണ്ടാവും കേട്ടോ. കുറച്ചായിട്ട് നമ്മൾ 2 എടുത്ത് വെച്ച സ്പൂണ് വിനെഗർ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഫുള്ളായിട്ട് ആഡ് ചെയ്തു. അപ്പോൾ വെറുതെ നമ്മൾ പിസ്സയൊക്കെ ഉണ്ടാക്കുമ്പം ചീസ് മേടിച്ച് കാശ് കളയേണ്ടതില്ല. കണ്ടില്ലേ, വളരെ സിമ്പിളാണ്. നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വെറും 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്തുള്ളൂ. കടയിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ എന്തൊക്കെ കെമിക്കൽസ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഫുള്ളായിട്ട് ഇതുപോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാന്നുള്ളത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് ഞാനൊരു അരിപ്പ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലായിട്ട് ഒരു പാത്രവും കൂടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ വെള്ളത്തിൽ നിന്ന് സ്പൂണിലേക്ക് കോരിയിട്ട് നമ്മൾ അരിപ്പയിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. കണ്ടില്ല, ആ വെള്ളത്തിലൊന്നും തന്നെ ഇല്ല, എല്ലാം ഒരു ബോൾ പോലെ ആക്കിയിട്ട് പെട്ടെന്ന് നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഇതിലെ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളയാം. ഇതിൽ അല്പം പോലും വെള്ളം ഉണ്ടാവാൻ വേണ്ടി പാടില്ല, നല്ല പോലെ പിഴിയാം കേട്ടോ. ഇതാ നമ്മൾ വെറും 300 ml പാലിൻ്റെ അകത്ത് നിന്ന് ഇത്രയും അധികം കിട്ടി. നാടൻ പാലാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താ, നമുക്ക് ഈ വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ട്, കളയരുത്. ഇനി ഈ വെള്ളം നന്നായിട്ട് ചൂടാക്കുക. ഈ വെള്ളം നല്ല ഇതിൽ ചൂടാക്കി എടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അത് ആ വെള്ളത്തിൽ തന്നെ നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടാണ്, നമുക്ക് കൈ മുക്കാൻ പറ്റാത്ത അത്രയും എന്താ പറയുക, നല്ല അത്യാവശ്യം പൊള്ളുന്ന രീതിയിലാണ് കേട്ടോ ഇതുള്ളത്. എന്നിട്ട് നമ്മുടെ കൈക്ക് ഇതാവുന്ന തരത്തിലുള്ള അത്യാവശ്യം നല്ല ചൂട്. എന്നിട്ട് ഇതിങ്ങനെ മുക്കിയെടുത്ത് നമ്മളൊരു 5 മിനിറ്റോളം ഇതിങ്ങനെ ചെയ്യാം കേട്ടോ. മുക്കിയെടുത്ത് നമ്മൾ 2 കൈയും വെച്ചിട്ട് ചെയ്യുക. ഞാനിത് ഒരു കയ്യിൽ ക്യാമറ പിടിച്ചതുകൊണ്ടാണ് ഒരു കയ്യിൽ മാത്രം കാണിക്കുന്നത്. ഇതിൻ്റെ ചൂട് അഥവാ കുറഞ്ഞു പോയെന്ന് തോന്നണമെങ്കിൽ നമ്മൾ ഒരു 5 മിനിറ്റിനുള്ളിൽ ചൂട് ചിലപ്പോൾ പോകുമല്ലോ. അപ്പോൾ വീണ്ടും ചൂടാക്കി എടുത്തിട്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ 2 കൈയും വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ. അതെല്ലാ ഭാഗത്തും ഒന്ന്
ഒരു 5 മിനിറ്റോളം നമ്മളിത് ഇങ്ങനെ തന്നെ ചെയ്യാം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ചീസ് കറക്റ്റായിട്ട് ഒരു ഇതിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിത് 5 മിനിറ്റോളം ആ പറഞ്ഞതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കിനി നമ്മൾ ചെയ്യേണ്ടത് ഐസ് വാട്ടർ, ഞാനിതാ 1 ക്യൂബ് മാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒന്ന് മുക്കിയെടുക്കുകയാണ് കേട്ടോ. ജസ്റ്റ് അതൊന്ന് മുക്കിയെടുക്കുക. ആ ഉപ്പിൻ്റെ ഇതൊക്കെ അങ്ങ് മാറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് അതിലെ വാട്ടർ കണ്ടൻറ്റ് പിഴിഞ്ഞ് കളയുക. ഇതിൽ വെള്ളം ഉണ്ടാവാൻ വേണ്ടി പാടില്ല കേട്ടോ. കണ്ടില്ല, നന്നായിട്ട് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ സോഫ്റ്റായിട്ടുള്ള നമ്മുടെ സഞ്ചിയിലോ പൊതിഞ്ഞ് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. അതിൽ അല്പം വെള്ളമുണ്ട്, ആ വെള്ളം ഞാൻ ഫുള്ളായിട്ട് കളയാണ്. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി വെക്കാം. കണ്ടില്ല, ഇനി ഇത് നമുക്ക് പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. നല്ല നീറ്റായിട്ട് പൊതിഞ്ഞ് വെക്കാം. ഞാനിതുപോലെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതാ ഫ്രീസറിൽ വെക്കുവാന്ന്. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിക്കാം കേട്ടോ. സെറ്റായിട്ടുണ്ടാവും. നല്ലൊരു 1.5 മണിക്കൂർ വെച്ചതിന് ശേഷം ഇതാ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പം ഞാനത് കട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. കണ്ടില്ലേ, നല്ല അടിപൊളി ചീസായിട്ട് നമുക്ക് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ സംഭവം തന്നെയാണ്. നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഓരോരോ സ്ലൈസ് ആക്കിയിട്ടുള്ളത് കാണിക്കാം. കണ്ടില്ലേ, ചെറിയ ചെറിയ സ്ലൈസ് ആക്കിയിട്ടുള്ളതാണിത്. നല്ല നമുക്ക് കടയിൽ നിന്ന് എങ്ങനെ കിട്ടുന്നോ അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ച് ഞാനൊരു പിസ്സ അങ്ങ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് ഞാൻ നല്ല പോലെ ചീസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മേൽവശത്ത് അത്ര അധികമില്ല. പിന്നെ ഇത് അത്യാവശ്യം കുറവായിരുന്നു, കാരണം നമ്മൾ പാലിൻ്റെ അളവ് വളരെ കുറച്ചാണ് എടുത്തത്. അതിൻ്റെ അകത്ത് അത്രയും പാട് ചീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളതാണ് വേറൊരു കാര്യം. നമ്മൾ എടുക്കുമ്പോൾ നാടൻ പാൽ തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.